ഹലോ ഫ്രണ്ട്സ്, വള്ളൂനാടൻ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ രാവിലെ തന്നെ നേരത്തെ അമ്പലത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ അമ്മ വരുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ. രാവിലെ നേരത്തെ കുളിക്കാനൊന്നും സാധിക്കാത്തതുകൊണ്ട് അമ്മ വരണില്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ മക്കൾ അച്ഛമ്മയ്ക്കൊക്കെ ഉമ്മയൊക്കെ കൊടുത്തിട്ട് ടാറ്റയൊക്കെ കൊടുത്തിട്ട് വരികയാണ്. അപ്പം നമ്മൾ അമ്പലത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ പിള്ളേരൊക്കെ നടന്ന് വരുന്നുണ്ട്. നമ്മൾ കാശിക്കുട്ടൻ ടാറ്റ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കൊട്ടുമണി ഉണ്ടല്ലോ നമ്മുടെ വീടിൻ്റെ അവിടെ 4 കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ അമ്പലത്തേക്ക്. അമ്പലം എന്ന് പറഞ്ഞാലോ കാടിൻ്റെ നടുവിലാണ് കേട്ടോ അമ്പലം. എന്ത് ഭംഗിയെ കാണാൻ സ്റ്റെപ്പുകളും കുളവും ഒക്കെ നല്ല രസമാണ് കേട്ടോ. എല്ലാം കിളികളിലൊക്കെ ഭയങ്കര സൗണ്ട്, അണ്ണാൻ അങ്ങനെ ഭയങ്കര സൗണ്ട്. അതിൻ്റെ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റും. നല്ല രസമാണ് കാണാൻ. അതുപോലെ തന്നെ ഒരുപാട് സിനിമകൾക്ക് ലൊക്കേഷനായ 2 അമ്പലം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഡിസ്റ്റൻസിലാണ്. അപ്പോൾ കുറച്ച് ഇന്നിപ്പോൾ നല്ല തിരക്കാണ് കേട്ടോ. വണ്ടികളൊന്നും അങ്ങോട്ട് പോവില്ല. അപ്പോൾ നമ്മൾ നടന്ന് തന്നെ പോകണം കേട്ടോ. 2 അമ്പലത്തേക്ക് നടന്ന് തന്നെ പോകണം. അപ്പോൾ വലിയ ഗ്രൗണ്ട്, നമ്മൾ എത്തുന്നതും വലിയൊരു ഗ്രൗണ്ടാണ് കേട്ടോ. ഒരുപാട് സ്ഥലമുണ്ട്, വലിയ ഗ്രൗണ്ടാണ്. എത്ര വണ്ടികൾ വേണമെങ്കിലും പാർക്ക് ചെയ്യാം കേട്ടോ. ഇന്നാണെന്ന് വെച്ചാൽ ഭയങ്കര തിരക്ക്. ഇവിടുത്തെ ദേവിക്ക് നമ്മുടെ കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടം. നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാണ് കേട്ടോ. കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുട്ടികളുള്ള എല്ലാവരും പ്രത്യേകിച്ച് അന്നത്തെ ദിവസം കുട്ടികളെ അവിടെ കൊണ്ടുപോയി തൊഴിക്കൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടേക്കണത്. നമ്മളായാലും എല്ലാവരും കൊണ്ടുപോകാറുണ്ട് കേട്ടോ പിള്ളേരേനൊക്കെ തൊഴിക്കുക. നമ്മളവിടെ ഇറങ്ങി നടന്നു പോവുകയാണ് കേട്ടോ. നമ്മളൊരു കുളത്തിൻ്റെ അരികിൽ കൂടെയാണ്, പക്ഷെ കാടും ഉണ്ട് കേട്ടോ. നല്ല തിരക്കുണ്ട്. അവിടെ ദേവിക്ക് പൂജിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്ന സംഭവങ്ങളാണ് കേട്ടോ അത്. അവിടെ ആൾക്കാർ ഇങ്ങനെ നേരും വഴിപാടായിട്ട് നേർന്നിട്ട് അവിടെ വന്നിട്ട് കല്ലൊക്കെ കൂട്ടി അവിടെ അപ്പം മറക്കും കേട്ടോ. അതുപോലെ തന്നെ പായസം വയ്ക്കും. എന്നിട്ട് കാടിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് ഇവരിതൊക്കെ ചെയ്യണത്. എന്നിട്ട് അത് ദേവിക്ക് അവിടെ തന്നെ വിളക്കൊക്കെ കൊളുത്തി അവിടെ തന്നെ അവർ സമർപ്പിക്കുക. അങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല, അവിടെ തന്നെ വിളക്ക്. അത് ദേവിക്ക് അങ്ങനെയാണ് അവിടെ ചെയ്യുക. അവിടെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്കൊന്നും കൊണ്ടുപോയില്ല, അവിടെ തന്നെ വെച്ച് സമർപ്പിക്കുകയാണ് കേട്ടോ ചെയ്യുക. അങ്ങനെ കുറേ പേര് നമ്മളൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. ഈ പ്രാവശ്യമൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. ഇതിന് മുന്നേയൊക്കെ നമ്മൾ ചെയ്തായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം നമ്മൾ ചെയ്തിട്ടില്ല. എന്തായാലും നമുക്ക് അടുത്ത പ്രാവശ്യം ചെയ്യണമെന്ന് വിചാരിച്ചു. നമ്മുടെ യൂട്യൂബൊക്കെ സക്സസ് ആവട്ടെ, നമുക്കും ചെയ്യണം അടുത്ത പ്രാവശ്യം എന്തായാലും. അപ്പോൾ നല്ല തിരക്കാണ് കേട്ടോ. ഈ സൈഡിൽ കൂടെ ഒക്കെ കണ്ടു, ഇതൊക്കെ അങ്ങനെ ആൾക്കാർ അപ്പൊക്കെ വറുക്കാണ് കേട്ടോ ഈ 2 സൈഡിൽ കൂടെ. അപ്പോൾ നമ്മൾ നല്ല തിരക്കുണ്ട് കേട്ടോ. ഈ സ്റ്റെപ്പൊക്കെ കയറി ഇറങ്ങി. ഇതാണ് നമ്മൾ പറഞ്ഞ ആ സിനിമയിലൊക്കെ കാണിക്കുന്നത്, നിവിൻ പോളി നടന്നു പോണ സ്ഥലമൊക്കെ. അപ്പോൾ എല്ലാ സിനിമ കണ്ട ആൾക്കാർക്ക് എന്തായാലും അത് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തി കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ കച്ചവടക്കാരും ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ അവിടെ സമർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. കയാല് വേദന, മുട്ടുവേദന അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ഇതൊക്കെ ഒഴിഞ്ഞവിടെ വെക്കാറാണ് പതിവ്. അതിൽ അസുഖങ്ങൾക്ക് കുറച്ചൊക്കെ ശമനം കിട്ടുന്ന കേട്ടോ പറഞ്ഞു കേട്ടേക്കണത്. അങ്ങനെ അങ്ങ് നിന്നോട്ടോ നമ്മൾ തൊഴാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എവിടെ പോയാലും മുല്ലപ്പൂ ഞാൻ മേടിക്കും. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് മുല്ലപ്പൂ. ഏറ്റവും കൂടുതലായിട്ടൊന്നും കാശ് ചിലവാക്കേണ്ട ആ ഒരു സാധനമാണ്. മുടി കുറച്ചെടുക്കണം, മുല്ലപ്പൂ എനിക്ക് വേണേ. അപ്പോൾ അതൊക്കെ നമ്മൾ കാശ് കൊടുത്ത് മേടിച്ച് തലയിലൊക്കെ വെച്ചു. തിരക്ക് എന്ന് പറഞ്ഞാൽ നല്ല തിരക്കാണ് കേട്ടോ. നല്ല ക്യൂ ആണ്. കാടിൻ്റെ ഒരു അറ്റത്തേക്ക് എത്തിക്കണം ക്യൂ. അങ്ങനെ നമ്മൾ വരിയൊക്കെ നിന്നു, കാശിക്കുട്ടനും കണ്ണനും ഞാനും. അപ്പോൾ അവിടെ അമ്പലത്തിൽ തൊഴുതു വന്ന ആൾക്കാർക്ക് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇഡ്ഡലിയും സാമ്പാറൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ചിരിക്കണം കേട്ടോ. വീഡിയോ ഒക്കെ കണ്ടിട്ട്, നമ്മൾ വീഡിയോ എടുക്കുന്ന ഏട്ടൻ കണ്ടിട്ട്. അപ്പോൾ ഞാനിവിടെ നിൽക്കണുണ്ട്, സാധനങ്ങളൊക്കെ നോക്കി സെറ്റാക്കുന്നുണ്ട്. മക്കൾ ഇറങ്ങി വന്നത് മേടിക്കാന്നുള്ള ലെവലിൽ സെറ്റാക്കുന്നുണ്ട് കേട്ടോ. ഏട്ടൻ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്, ഏട്ടൻ അത് നോക്ക്, ഇത് മേടിക്കുക, ഇത് കഴിഞ്ഞ് അത് മേടിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കണ്ണന് കാശിക്കൂട്ടം ഇപ്പം തന്നെ പറയാൻ തുടങ്ങിയിട്ട് എനിക്ക് വേണം കേട്ടോ ഇത് ഇറങ്ങിയത്. അപ്പം ഞാൻ പറയുന്നുണ്ട് നമുക്ക് പൂരത്തിന് മേടിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ അങ്ങനെ വരിയൊക്കെ നിന്ന് നമ്മൾ തൊഴാൻ അങ്ങോട്ട് അടുത്തെത്താറായി കേട്ടോ. ഇവിടുത്തെ ഏറ്റവും വലിയ മെയിൻ വഴിപാടാണ് കേട്ടോ ഈ മുളയിൽ കൂറ കൊണ്ടുവരിക എന്ന് പറയുന്നത്. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ പറയും, നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് പറയാന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ പട്ടും ചേർത്തും കൂറയും ചേർത്തിട്ടോ. ഇതിന് എന്താണ് നിങ്ങളുടെ നാട്ടിൽ പറയാന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയാണ് പറയുന്നത്. ഇപ്പം നിങ്ങൾക്കത് കേൾക്കുമ്പോൾ വേറെ എന്ത് തോന്നുന്നു അറിയില്ല, അതുകൊണ്ട് നമ്മളത് എടുത്തു പറയണത്. അപ്പം അങ്ങനെ നമ്മൾ തൊഴുതൊക്കെ ഇറങ്ങിട്ടോ. ഇവിടുത്തെ ഏറ്റവും വലിയ വഴിപാടാണ് പട്ടും കൂറയും ചേർത്തില്ല. അതാണ് അവിടെ ഇരിക്കുന്ന കാണില്ല, അത് മുളയിലാണ് കേട്ടോ അത് ചെയ്യാറ്. അപ്പോൾ അത് ദൈവത്തിന് കൊണ്ടുപോയി ചാർത്തും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വഴിപാട്. പിന്നെ അപ്പം വറക്കുക, പായസം വയ്ക്കുക, അതവിടെ വെച്ച് ആ കാടിൻ്റെ ഇവിടെ തന്നെ വെച്ച് നേദിക്കുക. പിന്നെ പറയുന്നത് നമ്മുടെ പിള്ളേർക്കൊക്കെ മുഖത്ത് പാലുണ്ണിയൊക്കെ ഉണ്ടാവില്ല ചെറുപ്പത്തിൽ, അത് നമ്മൾ അരിയും പൂവും പിന്നെ ആ അപ്പം വറക്കാമെന്ന് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിള്ളേരെ മുഖത്ത് നിന്ന് താനെ പോകണം. നമുക്കിവിടെ ഉണ്ടായിട്ട് കണ്ണനും കാശിക്കുട്ടനൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ
ഞാൻ പിന്നെ നേരെ പോവുകയാണല്ലോ, അപ്പോൾ മുല്ലപ്പൂവൊക്കെ ഒന്ന് നേരെ വെക്കിയത് നേരെ പോണത് എന്താണ് റെയിൽവേക്കാണ് കേട്ടോ. അപ്പോൾ നേരെ മുല്ലപ്പൊക്കെ വെച്ച് സെറ്റായിട്ട് പോകാമെന്ന് വിചാരിച്ചു. അത് മുല്ലപ്പൊക്കെ റെഡിക്ക് വെക്കുകയാണ്. അവിടെ നിന്ന് നമ്മൾ തുഴയിലൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് ഇറങ്ങി കേട്ടോ. അവിടെ നിന്ന് നേരെ നമ്മൾ വീണ്ടും ആ സ്റ്റെപ്പൊക്കെ ഇറങ്ങി പോകണം. നല്ല തിരക്കിലൊന്നും ഒരു കുറവുമില്ല കേട്ടോ, നല്ല തിരക്കാണ്. അപ്പുറത്തും കച്ചവടക്കാരൊക്കെ ഉണ്ട് കേട്ടോ. മോരും വെള്ളം അതൊക്കെ ഇവിടുത്തെ ഫേമസ് ആണ്, എല്ലാ പ്രാവശ്യവും ഉണ്ടാവാറുണ്ട്. ചക്കര വെള്ളം, മോരും വെള്ളം അതൊക്കെ അപ്പുറത്തുണ്ട് കേട്ടോ. അതൊന്നും നമ്മൾ മേടിച്ച് കുടിച്ചില്ല. അപ്പോൾ അവിടെ നമ്മൾ നേരെ ഇറങ്ങിയിട്ട് ഇനി നേരെ നമുക്ക് പോകണം, റെയിൽവേക്ക് പോകണം. അതുകൊണ്ട് അതിൻ്റെ തിരക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നേരെ നമ്മൾ നടന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നേരെ പോകണം നമ്മൾ റെയിൽവേക്ക് വേണം. ഒന്നും ഫുഡൊന്നും കഴിച്ചാൽ നമ്മൾ പിള്ളേർ വിശക്കണമെന്ന് പറയാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ നേരെ പോയി പിന്നെ ഫുഡ് കഴിക്കാൻ പോയിട്ട് അങ്ങനെ കൂട്ടുപാത എത്തി. കൂട്ടുപാത നമ്മൾ ഹോട്ടലിലൊക്കെ കയറി നമ്മൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യട്ടോ. കാശിക്കൂട്ടം ക്യാമറയ്ക്ക് നോക്കി ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കും. അപ്പോൾ ഫുഡൊക്കെ വന്നു. കാശിക്കൂട്ടനും കണ്ണനും ഏട്ടനും പൊറോട്ട വേണമെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ഞാൻ നൂൽപുട്ടാട്ടോ മേടിച്ചത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ നേരെ ഇറങ്ങി കേട്ടോ. ഇനി നമ്മൾ ബസ്സിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ നമ്മൾ ബസ്സിനൊക്കെ പോകാൻ വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പോൾ ബസ്സൊക്കെ വന്നു, നമ്മൾ ബസ്സിലൊക്കെ കയറി. അപ്പോൾ ഇന്ന് സൺഡേ ഉണ്ട്, ബസ്സുകളൊക്കെ ഭയങ്കര കമ്മിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ നേരം കാത്തു നിന്നിട്ടോ ബസ്സൊക്കെ വന്നത്. അപ്പോൾ നമ്മൾ ബസ്സൊക്കെ വന്നു, ബസ്സിലൊക്കെ കയറാൻ വേണ്ടി നിൽക്കുക. നമ്മൾ കാശിക്കൂട്ടനും കണ്ണനും അമ്മ പോയിട്ടേ പോകണുള്ളൂ എന്ന് പറഞ്ഞാൽ അച്ഛനെ അവിടെ പിടിച്ച് നിർത്തിയേക്കണം കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ ബസ്സിൽ കയറിയത് അവരങ്ങനെ പോകാൻ നിൽക്കണമുണ്ട് അവിടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കൊച്ചു ഫാമിലിയെ ഇഷ്ടപ്പെടുന്ന നമ്മൾ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ടാറ്റ, ബൈ ബൈ, സീ യു.